ഓര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്താ നിന്റെ പേര്? അതേടാ ഹീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ.
നമ്മുടെ പ്രിയ താരം ഞങ്ങൾ കണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഈ വഴിക്കാരെ കൊണ്ടുവരുന്നു. ഈ നാട് കണ്ടിട്ടില്ലാത്ത ഈ പെർഫോമൻസ് കാണുകയാണ് ഈ നാട്ടിലെ എല്ലാ കലാകാരന്മാരെയും സാജിപ്പാപ്പന്റെ വണ്ടിക്ക് വട്ടം വെക്കാൻ മാത്രം നീ വളർന്നോടാ. എന്നാ തന്നെ ഉദ്ദേശം? അതെന്നാ പരിപാടിയുടെ പോയി പിടിമരുന്ന് നിറച്ചു കൊടുക്കും, തീ കൊളുത്തി കൊടുക്കും. എന്നാ നിന്റെയൊക്കെ പച്ചക്കൊടുവേലും നീലക്കൊടുവേലും മഞ്ഞക്കൊടുവേലൊക്കെ ഞാനെടുത്ത നീ എന്താ വിചാരിച്ച ഈ നാലഞ്ചിന് വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റുമോ? ഞാൻ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ സാറിന്റെ പച്ചക്കൊടുവേലും നീലക്കൊടുവേലും മഞ്ഞക്കൊടുവേലും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കും. കേൾക്കാതിരിക്കും ഞാൻ എന്താ പൊട്ടനാ? നീ മരുന്നെടുക്കും കുത്തിപ്പിടിച്ചു വാങ്ങും. നമ്മൾ പഞ്ചാബിൽ മൂങ്ങനുമാണ്. ചപ്പാത്തി നഗി നഗി എനിക്ക് എനിക്കെതിരായി സാക്ഷി വന്ന് തെങ്ങിനെ കൊലവെടുക്കാൻ വേണ്ടി വന്ന 4 മാസമായിട്ട് കത്തിക്കുന്ന ഇത് നേരത്തെ കിട്ടുന്ന ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റൂ. ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? എന്തോ എങ്ങനെ തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. അല്ല ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടിയല്ലോ.
ഇതാരി നമ്മളെ പട്ടയത്ത് പപ്പനാഥ സാറല്ലയോ? ഇവിടെ നിന്ന് ഒരു കിളി പറന്നു പോയത് പോലെ. ഇനിയിപ്പോ വെള്ളത്തിലൊക്കെ ചവിട്ടാം കേട്ടോ. അപ്പൊ എനിക്കിനി കുളിക്കാലോ? അപ്പൊ അതിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി. ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഇമാർക്കസ് കിനോഫിയ ടക്കാഡി എന്ന് പറയും. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. പോട്ടെ. പാപ്പനെ തൊട്ട പാപ്പ സഹിക്കും, പക്ഷെ പാപ്പന്റെ പിള്ളേരെ തൊട്ടാ സഹിക്കില്ലടാ. ഷാജി പാപ്പന്റെ വണ്ടിക്ക് വട്ടം വെക്കാൻ മാത്രം നീ വളർന്നോടാ? എന്നാ നിന്റെ ഉദ്ദേശം? അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും എന്നതാ? നിന്റെ ഒക്കെ പച്ചക്കൊടുവേലും നീലക്കൊടുവേലും മഞ്ഞക്കൊടുവേലും ഒക്കെ ഞാനടുത്ത. നീ എന്നാ വിചാരിച്ച ഈ ഹൈറേഞ്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിട്ട് പോകാൻ പറ്റുന്നോ? ഞാൻ വന്നപ്പോ പറഞ്ഞായിരുന്നല്ലോ, സാറിന്റെ പച്ചക്കൊടുവേലും നീലക്കൊടുവേലും മഞ്ഞക്കൊടുവേലും ഞാൻ എടുത്തിട്ടില്ലാന്ന്. പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. അരുതബു അരുത്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാനെന്താ പൊട്ടനാ? അതായത് ഉത്തമ, കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? ഓടിച്ച നീ മരുന്ന് വെച്ചു കടപ്പുറളകും കുത്തിപ്പിടിച്ചു വാങ്ങും. നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് മര്യാദക്ക് പൊട്ടിട്ട് തരാൻ പറയും. കല്ലാത്തല്ല കല്ലാത്ത്. ഇവൻ പതിരന് മൂങ്ങനുമാണ്. കാണേ കാണാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. ചപ്പാത്തി നഹി. അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനും കൂട്ടും ഞാൻ. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാൽ 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കില്ല. നേരത്തെ കുത്തും ഞാൻ. എടാ പട്ടാളത്ത് പോയി കുളിച്ച് അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് എന്റെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ? എടാ എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ പറ്റുന്നു വിചാരിച്ചോ? ഇറങ്ങണോ പറ്റി? ഇതാ എല്ലാരോടുമായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ള ഇറങ്ങി വാടാ. നേരം വേണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കൊടലെടുത്തലയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ഈ കോളനിയിൽ കീലേരി അച്ഛനോട് നേർക്ക് നേരം മുട്ടാൻ ധൈര്യമുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്. എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാ.